വൈഗ ചില ആവശ്യങ്ങൾ റിച്ചാർഡിനോട് പറയുന്നു. അവനെ അവളെ ഒതുക്കാൻ എന്താ നിനക്ക് വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം, പക്ഷെ വേഗം വേണം. നീ പറഞ്ഞു വരുന്നത്? നീ പറഞ്ഞ പോലെ ക്ഷമിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഓജോ ബോർഡ് പരീക്ഷണവുമായി ബെന്നും കൂട്ടരും. ചുമ്മാ ഡയലോഗ് പറഞ്ഞു പേടിപ്പിക്കാതടാ. പേടിയുള്ളവരാരും ഇവിടെ നിൽക്കണ്ട. എന്നാ ഞാനങ്ങോട്ട് പോയേക്കാം. പുതിയതായി സ്കൂളിലെത്തുന്ന 5 സുന്ദരികളെ കുറിച്ച് പിയൂൺ ഷിബു. നിന്റെയൊക്കെ ചങ്കിടിപ്പ് കൂട്ടാൻ വേണ്ടി 5 എണ്ണം. ഏത് 1 2 അല്ല, 5 എണ്ണ വരുന്നേ. 5 സുന്ദരികളാ. ചില നിർദ്ദേശങ്ങളുമായി പ്രിൻസിപ്പൽ സാന്ദ്ര. ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു ഇഷ്യൂസും ഇല്ല. ഇനി നിങ്ങളായിട്ട് ആ കുട്ടികളെ കൂടി ചീത്തയാക്കരുത്. ഇനി തുടർന്ന് കാണുക. ഇവിടുന്ന് പോകേണ്ടി വരുന്ന അവര് പറഞ്ഞതിനർത്ഥം. ഇവിടുന്ന് പോകേണ്ടി വന്ന അവരെയും കൊണ്ടേ നമ്മൾ പോകും. ആ കാര്യം അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കണം. നമ്മളോട് കളിച്ച് നേടാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ലെന്ന് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മളിങ്ങോട്ട് വന്ന് എത്തിയല്ലേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നീണ്ടു കിടക്കുകയല്ലേ സമയം. നമുക്ക് പറ്റിയ കളരിയല്ലേ ഈ സ്കൂള്. ആദ്യമേ ഇവിടെ തന്നെ വന്ന് ചേർന്നാ മതിയായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതെ നമുക്ക് നോക്കാം. ഇവിടുത്തെ ആമ്പറന്നോമാരും പെമ്പറന്നോത്തികളും ഏത് തരക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താ സംഭവം? ഏയ്, ഒരു സംഭവമില്ല. എന്തിനാ ഈ കുട്ടിയെ ഓടിച്ചത്? ഞാൻ ഓടിച്ചതല്ല, ഇവള് ഓടിയതല്ലേ. അതുകൊണ്ട് ഞാനും പിന്നാലെ ഓടി. ആഹാ, അതൊരു പുതിയ സംഭവമാണല്ലോ. അതിരിക്കട്ടെ, നീ എന്തിനാ ഈ കൊച്ചിന്റെ പിന്നാലെ ഓടിയത്? ഞാനൊരു ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഇവള് നിൽക്കുന്നില്ല. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ക്യാമറ ഓൺ ചെയ്തേ ഉള്ളൂ. ഇവിടെ ഒറ്റ ഓട്ടം. അപ്പൊ നീ പെൺകുട്ടികളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? അയ്യോ, വേറൊന്നിനുമല്ല. നിസ്സാരമായിട്ടൊരു ടിക്ടോക്ക് ചെയ്യാനല്ലേ. നിനക്ക് ടിക്ടോക്ക് ചെയ്താ മതിയല്ലോ. ആ മതി, അത് മതി. ഞാനുമായിട്ടൊരു ടിക്ടോക്ക് ചെയ്യാം. എന്തേ? ആ ചെയ്യാം. എങ്കി വാ. ആ നോക്കടി, അവര് നമ്മളെ തന്നെയാ നോട്ടോട്ടിരിക്കുന്നത്. ലക്ഷണം കണ്ടിട്ട് ഇവിടുത്തെ കൂടിയ ഗ്രേഡുകാരാണെന്നാ തോന്നുന്നത്. അവർക്ക് നമ്മളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം. വരട്ടെ, ഇന്റർവ്യൂ കൊടുക്കാം. ദേണ്ടടി, അവരിങ്ങോട്ട് തന്നെയാ വരുന്നേ. നമ്മുടെ ആയുധങ്ങളൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിക്കോ. എവിടുന്നാ? കുറെ ദൂരെന്നാ. പിന്നെ എന്താ ഇവിടെ തന്നെ വന്ന് ചേർന്നത്? വേറൊരിടത്തും അഡ്മിഷൻ കിട്ടിയില്ല ചേട്ടാ. ഇവിടെ പഠിക്കാൻ തന്നെ വന്നതാണോ അതോ? പറ്റുമെങ്കിൽ പഠിക്കണമെന്നുണ്ട് ചേച്ചി. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ്. വരട്ടെ, അതൊക്കെ സൗകര്യം പോലെ. എടാ മമ്മൂഞ്ഞ്, എന്നാ കൊണ്ടുവന്നിന്റെ ടിക്ടോക്ക്. ഇനി ആർക്കാണ് ഇവിടെ ടിക്ടോക്ക് വേണ്ടത്? വേണമെങ്കിൽ ഇപ്പൊ പറയണം. ആരുമില്ല? എന്നാ ഞങ്ങളങ്ങ് പോയിക്കോട്ടെ. വാടി.
ഒരു അടാറ് ടീം തന്നെ എത്തിയിരിക്കുന്നേ. ഇവിടെയുള്ള ആര് വിചാരിച്ചാലും കൂട്ടിയാ കൂടില്ല കേട്ടോ. ഒന്ന് പോടാ അവിടുന്ന്. അടാറ് ടീം. ഇവിടുത്തെ ടീമുമായിട്ടൊന്ന് മുട്ടി നോക്കട്ടെ. അവരെ തല കുത്തി നിർത്തും. ഇത് നീയൊക്കെ വിചാരിക്കുന്ന പോലത്തെ ടീമല്ല. ഒന്നാമത് അവര് ആണുങ്ങളുമല്ല. എന്താ പറഞ്ഞത്? ആണുങ്ങളല്ലേ എന്ന് വെച്ചാ? ട്രാൻസ്ജെൻഡർ ആയിരിക്കും. പെണ്ണുങ്ങൾ തന്നെയാ, പക്ഷെ പെൺപുലികളാ. കേട്ടിട്ട് നല്ല രസമുണ്ട്. അവരൊന്ന് കാണണമല്ലോ. ഇനി അവർ ഇവിടൊക്കെ തന്നെ കാണും. നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തല്ലോ. വന്ന ദിവസം തന്നെ +1 ഒരു പയ്യനെ തലങ്ങും വിലങ്ങും അടിച്ചതാ. അവൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്ത് കാര്യത്തിന് അവനെ തല്ലിയത്? വെറുതെ ഒരു ടിക്ടോക്ക് എടുത്തതിന്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടി കുറെ കൊള്ളേണ്ടി വരുമല്ലോ. പെണ്ണുങ്ങളുടെ അടിയല്ലടാ, രസമായിരിക്കും. വേദന കാണത്തില്ല. പിന്നെ കരാട്ടെ, കുംഫു, ജൂഡോ അങ്ങനെ എല്ലാ ഐറ്റും അവരുടെ കയ്യിലുണ്ട്. അവരുടെ നടപ്പും ഭാവവും കണ്ടാൽ തന്നെ അതറിയാം. എന്ത് പെൺപുലികളായാലും അവരെ അങ്ങനെ ഇവിടെ വിലസാൻ ഞാൻ സമ്മതിക്കില്ല. സംഗതി കേട്ടിട്ട് അവരിവിടെയുള്ളവരെ അതിന് സമ്മതിക്കുമെന്ന് നോക്കിയാ മതി. നമ്മളെ തന്നെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമ്മുടെ സ്കൂളിന്റെ മാനം നമ്മൾ കാക്കും. അടിപിടി കൂടിയിട്ടാണോടാ മാനം കാക്കുന്നത്? അടിയെങ്കിൽ അടി, പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല. എന്റെ പൊന്ന് റിച്ചാർഡേ, അവരോട് അടിച്ചു നേടാനൊന്നും നോക്കൊന്നും വേണ്ട. പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ അവരോട് കാലേ കൂട്ടി സന്ധ്യയാവുന്നതാണ് നല്ലത്. അതിനൊന്നും ആണുങ്ങളെ കിട്ടില്ല. അവളൊന്നും ആണുങ്ങളായിട്ട് ഇതുവരെ മുട്ടിക്കാണില്ല. ഒറ്റ തവണ കൊണ്ട് അവരെ മര്യാദ പഠിപ്പിക്കും. 6 തടിമാടന്മാരെ അടിച്ചെല്ല് നുറുക്കിയതിനാണ് അവളുമാരെ അവിടുന്ന് ടീസി കൊടുത്തു വിട്ടത്. ഇപ്പോഴും അവരാരും കാലുകുത്തി നടന്നിട്ടില്ലെന്നാ കേട്ടത്. കൈയും കാലും അടിച്ചു നുറുക്കാൻ പാകത്തിന് അവളുമാരുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കുന്നവർക്ക് അങ്ങനെ തന്നെ വേണം. എടാ റിച്ചാർഡേ, ഒന്ന് സൂക്ഷിച്ച് നടന്നു കേട്ടോ. നീയൊക്കെ സൂക്ഷിച്ചാ മതി. എന്റെ തടി നോക്കാൻ എനിക്ക് നന്നായി അറിയാം. എന്നാലും ഒരു കരുതൽ നല്ലതാ. നീ കരുതി നടന്നോ. മുടിക്കെപ്പോഴാ തീ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു അല്ലേ? എന്ത് പ്രേമം. പ്രേമിക്കാതെ എത്ര മാസങ്ങളാ നമ്മൾ ചുമ്മാ വേസ്റ്റ് ആക്കി കളഞ്ഞ്. ഇനി അങ്ങോട്ട് വേസ്റ്റ് ആകാതിരുന്ന പോരെ? അത് മതി. എന്നാലും ചില പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അയ്യോ, അതെന്താ? +2 എക്സാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു കഴിഞ്ഞാ പിന്നത്തെ കാര്യം ഓർക്കുമ്പോഴാ. +2 കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിൽ ചേരുവല്ലോ, അപ്പോഴും നമ്മൾ ഒരുമിക്കും. അതിന് ഒരേ കോളേജിൽ ഒരേ ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടിയെങ്കിലല്ലേ? കിട്ടും, കിട്ടാതിരിക്കില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. SSLCക്കുള്ളതുപോലെ +2ന് ഓൾ പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ. ഓൾ പ്രൊമോഷനും മോഡറേഷനും ഒന്നും ഇല്ലാതെ തന്നെ ജയിക്കണം നമുക്ക്. നല്ല പോലെ ശ്രമിച്ചാ പരാജയപ്പെടില്ല, തീർച്ചയാ. എന്റെ കാര്യത്തിൽ എനിക്ക് തീർച്ചയാ. നിന്റെ കാര്യത്തിലേ ഉള്ളൂ എനിക്ക് സംശയം. എന്തിനാ സംശയം? ഞാൻ ജയിക്കും. അപ്പോ ആ കാര്യത്തിനൊരു തീരുമാനമായി. എന്റെ വിഷ്ണു, നമ്മൾ ഒരു കാലത്ത് പിരിയാൻ പോകുന്നില്ല. എല്ലാ കാലത്തും ഈ സ്കൂളിൽ തന്നെ കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? അത് നല്ലതാ. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിലും വെറുതെ അങ്ങ് ആഗ്രഹിക്കാലോ. പ്രേമം ഒരു സ്വപ്നമാണ്, ജീവിതവും ഒരു സ്വപ്നമാണ്. എനിക്കത് രണ്ടും റിയാലിറ്റിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ അന്നൊന്നും നീ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നേ? സത്യം പറഞ്ഞ ആദ്യം നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. പിന്നെ പിന്നെ അതൊരു ആരാധനയായിട്ട് തോന്നി. ഒരു ആരാധന പാത്രം പിന്നാലെ നടന്ന് പ്രേമാഭ്യർത്ഥന നടത്തുന്നത് ഞാൻ ആസ്വദിക്കായിരുന്നു. അമ്പടി കള്ളി, നീ ആള് കൊള്ളാലോ. ഇപ്പൊ ആരാധനയും ആസ്വാദനവും അവസാനിച്ചില്ലേ? ഏയ്, അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോ പ്രേമാഭ്യർത്ഥന നടത്തുന്നില്ലല്ലോ. എന്നിട്ടാണോ നേരിട്ട് കാണാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നേ? ഓ, അതാണോ? എങ്കിൽ ഇനി മുതൽ ഞാൻ വിളിക്കുന്നില്ല. പക്ഷെ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കണം. ഇല്ല, ഞാൻ വിളിക്കില്ല. അതെന്താ വിളിച്ചാ? ഞാനൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടികൾ അങ്ങനെ അഭ്യർത്ഥിക്കാൻ പാടില്ല. വേറെ ഏതോ സ്കൂളിൽ നിന്ന് ടീസിയും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നതാ ഈ 5 എണ്ണത്തിന്. ഇങ്ങനെയുള്ളവരെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ നിൽക്കുകയാണല്ലോ നമ്മുടെ സ്കൂള്. വന്നു ചേർന്ന ദിവസം തൊട്ട് ന്യൂസ് ഉണ്ടാക്കുകയാണ് ആ 5 എണ്ണം. ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കും പോലെയല്ലേ തുറന്ന ജീപ്പിലുള്ള അവരുടെ പോക്കും വരവും.
ഇങ്ങനെ അങ്ങോട്ട് പോയാ ഒട്ടും വൈകാതെ തന്നെ ഇവിടുന്ന് TC വാങ്ങിക്കും. അത് കണ്ടോ? നിനക്കെന്തിനാ അവരോട് വൈരാഗ്യം? നിന്നോട് അവരെന്തെങ്കിലും കാണിച്ചോ? കാണിക്കാൻ അവരിങ്ങ് വന്നാ മതി. അവര് വിവരം അറിയും. എന്തായാലും അവരുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. നിന്റെ ഈ ഭ്രാന്തം വെച്ചോണ്ട് അവളുമാരുടെ നേരെ മുട്ടാൻ നിക്കണ്ട കേട്ടോ. അവറ്റകളെ ഇനം വേറെയാ. ഏത് ഇനം ആയാലും ഈ വൈകിക്ക് അതൊന്നൊരു പ്രശ്നമല്ല. അവറ്റകൾ എങ്ങനെ നിലക്കി നിർത്തണമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എന്തായാലും ആമ്പിള്ളേർക്ക് അവരോട് മുട്ടാൻ പേടിയാ. നട്ടലില്ലാത്തവര് ആമ്പിള്ളേരെന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? അതെ, അവരഞ്ചും ഫെമിനിസ്റ്റുകളാ, ആക്ടിവിസ്റ്റുകളും കൂടിയാണെന്നാ പറയുന്നേ. 14 സെക്കൻഡ് നേരം തുറച്ചു നോക്കിയാ ആമ്പിള്ളേരെ കൊടുക്കാൻ അത് മതി. അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ ടീമും മതി അവരെ നേരിടാൻ. നിനക്കൊക്കെ എത്ര സെക്കൻഡ് വേണമെങ്കിലും തുറച്ചു നോക്കാം, പ്രശ്നമില്ല. വെറുതെ തുറച്ചു നോക്കാനല്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞാ മതി. എന്ത് ചെയ്യാനാണെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ട് നിനക്കുണ്ട്. ഒരു വിഷമഘട്ടത്തിൽ നിന്നെ സഹായിക്കാൻ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത്? ഏത് ഘട്ടത്തിലായാലും സപ്പോർട്ടിന് ആരെങ്കിലുമൊക്കെ കാണും എനിക്ക്. ആ വിഷ്ണു ശ്രീഹരിയൊക്കെ കൂളായിട്ട് നിന്നെ ഇട്ടേച്ചു പോയപ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സപ്പോർട്ടിന്. ഉവ്, നിന്റെ സപ്പോർട്ട് എന്നും എനിക്ക് ഉണ്ടാവുമെന്നറിയാം. ആ വിചാരം ഉണ്ടായിരുന്നാ മതി. അത് 2 പേർക്കും നല്ലതാ. ശരി, ഞാൻ പോട്ടെ. ഇന്ന് മെസ് ഹാളില് അവളുമാരുമായിട്ട് നേർക്ക് നേരൊരു മീറ്റിംഗ് ഉള്ളതാ. അതിന്റെ റിസൾട്ട് ഇനി കാണുമ്പോ പറയാം. ശ്രീ ശ്രീ ശ്രീ, ഞാൻ വിളിച്ചിട്ട് എന്താ നീ നിക്കാത്തെ? എടി, ഞാൻ കേട്ടില്ല. കേട്ടില്ല എന്ന് പറഞ്ഞ നുണയാ? കേൾക്കാൻ ഭാഗത്തിന്റെ നല്ല ശബ്ദത്തിൽ തന്നെയാ ഞാൻ നിന്നെ വിളിച്ചത്. എടി, ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോവായിരുന്നു. അതുകൊണ്ട് നിന്റെ വിളി ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്താണ് അത്യാവശ്യ കാര്യം? എടി, ഒരു റിഹേഴ്സലാ പാട്ടിന്റെ. ഞാനങ്ങ് ചെല്ലട്ടെ. പ്രോഗ്രാം അല്ലല്ലോ, റിഹേഴ്സൽ അല്ലേ? അതിനല്പം വൈകിയ തന്നെ എന്താ കുഴപ്പം? എവിടെയും കൃത്യനിഷ്ഠ പാലിക്കുക, അതെന്റെ പോളിസിയാ. എന്നോട് അല്പനേരം സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ലല്ലേ? സമയത്തെക്കുറിച്ച് എന്തിനാ ഈ വറീഡാകുന്നേ? അതെപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശ്രീ, ഇത്രയ്ക്ക് തിടുക്കം കാണിക്കുന്നത് നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണല്ലേ? എന്താ നീ ഇങ്ങനെ പറയുന്നത്? ആരിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നും നിന്റെ ഈ തത്രപ്പാട് കാണുമ്പോ. നിനക്കിതുപോലത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പലതും തോന്നും. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദിവസങ്ങളിലൊക്കെ നീ എവിടെയായിരുന്നു? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങള്? ഹോസ്റ്റലിന്റെ ടെറസിൽ നടന്ന നാടകം. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അല്ലേ? അത് ഞാൻ... പലരും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. എന്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒരു ശ്രമം അരങ്ങേറിയത്. എടി, എനിക്ക് മാനക്കേട് ഉണ്ടാക്കി അടങ്ങുന്നുള്ളോ? സോറി ശ്രീഹരി, അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചു പോയതാ. നീ ജീവൻ കളഞ്ഞ ആർക്കാ നഷ്ടം? നിനക്കും നിന്റെ കുടുംബത്തിനും അല്ലേ? നിനക്കത് നഷ്ടമല്ലേ? എടി, നഷ്ടമൊക്കെയാണ്. പക്ഷേ ആ നഷ്ടം എങ്ങനെയെങ്കിലും ഒക്കെ നികന്നു പോവും. ശ്രീഹരി, നീ എന്നെ അത്രയ്ക്ക് വില കൽപ്പിച്ചിട്ടുള്ളോ? ഞാൻ പോയാ നിനക്കൊരു വിഷമവും ഇല്ലേ? ഞാൻ പറഞ്ഞ അതൊന്നും അല്ല. എടി, ജീവൻ പോയാ പോയത് തന്നെയാ. പിന്നത് തിരിച്ചു കിട്ടില്ല. ആ നഷ്ടത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. സത്യം പറ, ശരിക്കും നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കല്ലേ? അയ്യോ, അല്ല. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് എനിക്ക് മറ്റെന്തു. നിന്റെ മനസ്സില് ഞാൻ ഇല്ലാതായി പോയാ പിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ ഞാനും ഇല്ലാതാകും. നമ്മൾ മാത്രമുള്ള ലോകം, അതാണ് എന്റെ സ്വപ്നം. ആ സ്വപ്നം തകർന്ന പിന്നെ ഒന്നുമില്ല. ഐശ്വര്യേ, ഞാൻ നിന്റെ സമയം മെനക്കെടുത്തുന്നില്ല. ഞാൻ പോയേക്കാം. എടാ, അവളെന്താ പിണങ്ങിപ്പോയതാണോ?
പോക്ക് കണ്ടിട്ട് സംഗതി അത്ര പന്തിയല്ലെന്ന് തോന്നുന്നു. എടാ എന്താ കാര്യം? പ്രശ്നമാകൂ? ഒരു പ്രശ്നവുമില്ല. പറഞ്ഞു പറഞ്ഞ് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നീ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുകയാണ്. എടാജു, അനാവശ്യം പറയരുത്. ഇല്ല, അനാവശ്യം പറയുന്നില്ല. പക്ഷേ നീ അനാവശ്യം കാട്ടരുത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അതൊന്ന് കേക്കട്ടെ. എടാ, ഈ കാമുകിയും കാമുകനും കൂടി വർത്തമാനം പറഞ്ഞു. അതിപ്പാരും കേൾപ്പിക്കാനുള്ളതല്ലോ, അല്ലടാ? അതെ, പറഞ്ഞുകൂടെ ഉമ്മാരോട്, വിവരം വെക്കട്ടെ. ആ ഐശ്വര്യമുണ്ടല്ലോ, ഇവനോട് അസ്ഥി പിടിച്ച പ്രേമമാണ്. ഇവനില്ലെങ്കിൽ മരിച്ചു കളയുന്ന അവസ്ഥയിലാ. ഇവനാണെങ്കിലോ കാണുന്ന പെൺപിള്ളേരെ മൊത്തം പ്രേമിക്കുന്ന ടൈപ്പാ. ഡാ, കുറച്ചൊക്കെ ബാക്കി വെച്ചേക്കണേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ബാക്കി വെക്കുന്നത് നോക്കണ്ട. ഇവിടുള്ള സകലരും നിങ്ങൾക്കും കൂടി ഉള്ളതാ. എടാ ഒരു സത്യം പറഞ്ഞ്, ഇപ്പൊ നിലവിൽ നിന്റെ ലൈനിൽ എത്ര പേരുണ്ട്? അതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരന്തവും കുന്തവും ഇല്ല. എത്ര പെൺപിള്ളേര് ഇപ്പോഴും ക്യൂവിലാണെന്നറിയോ? എടാ, ക്യൂവിലുള്ളവരെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലേ, അവളും ക്യൂവിലാ. ആ, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. തലേന്നൊന്ന് പോയി കിട്ടിയാ മതി. എടാ, എനിക്ക് അത്രേ വേണ്ടൂ. എടാ ഭയങ്കര തടസ്സങ്ങളൊക്കെ തള്ളി നീക്കി മുമ്പോട്ടുള്ള വഴി തെളിയണമെങ്കിൽ അത് അത്യാവശ്യമാ. ഡാ, ഞാൻ പോട്ടെ. എനിക്കൊരു പുതിയ പാട്ട് പഠിക്കാനുണ്ട്. ഐശ്വര്യ, നീ ഇത്രയ്ക്ക് പോസസീവ് ആകാൻ പാടില്ലാട്ടോ. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്, ചിന്തകളുണ്ട്. അവരുടെ മനസ്സുകൂടി നമ്മൾ അറിയണം. ഞാൻ എന്നും ഇങ്ങനൊക്കെ തന്നെയാ. എനിക്ക് ഞാനല്ലാതാകാൻ പറ്റില്ല. നിന്റെ രീതി കാരണം ശ്രീഹരി എന്തുമാത്രം വിഷമിക്കണ്ടെന്ന് നിനക്കറിയോ? അവനൊരു സെലിബ്രിറ്റി കൂടിയല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ നീ? അവൻ പലരുമായിട്ട് ഇടപെടും, സംസാരിക്കും. അതൊരു കുറ്റമായിട്ട് കാണരുത്. അതവന്റെ കുറ്റമല്ലെന്ന് എനിക്കറിയാം. മറ്റുള്ളവരാ അവനെ വശീകരിക്കാൻ നോക്കുന്നത്. അവൻ ഏതെങ്കിലും കെണിയിൽപ്പെട്ടു പോവുന്നാ എപ്പോഴും എന്റെ പേടി. അങ്ങനെ വീഴാനാണെങ്കിൽ ഈ പ്രണയത്തിന് എന്താ വിലയുള്ളത്? ശ്രീഹരി എന്റെയാ, എന്റേത് മാത്രമാ. അവനെ പങ്കുവെക്കാൻ ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. ഇഷ്ടമുള്ളവരുടെ മനസ്സിൽ അത് വെറുപ്പുണ്ടാക്കാനേ ഉപകരിക്കൂ. സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ആര് വിചാരിച്ചാലും അത് തകർന്നു പോവില്ല. മൈഥിലി, എന്താ നിന്റെ അഭിപ്രായം? നീ പറഞ്ഞത് വളരെ ശരിയാ. കുറെ കാലം ലവ് ചെയ്തിട്ട് ഒരാൾക്ക് പിരിഞ്ഞു പോണെന്ന് തോന്നിയാ അതങ്ങ് പോട്ടേന്ന് വിചാരിക്കുന്നത് തന്നെയാ ബെറ്റർ. അങ്ങനെ ഒരാള് വിട്ടുപോകാന്ന് വിചാരിച്ചാ ആരെ കൊണ്ടും അതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ശ്രീഹരി എന്നെ വിട്ടുപോവുകയാണെങ്കിൽ പിന്നെ എന്നെയും ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നുവെച്ചാ അങ്ങനെ ഒരു അവസ്ഥ വന്നാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു തീരുമാനമുണ്ട്. ഇനി എന്ത് പറഞ്ഞാ നിന്നെ മനസ്സിലാക്കേണ്ടത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം. സ്നേഹവും പ്രണയവും പോലെ അല്ല ജീവിതം. ഒന്നേ ഉള്ളൂ, ഒരു തവണ മാത്രം. മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ പോസിറ്റീവായി തന്നെയാ ജീവിതത്തെ ഞാൻ കണ്ടിരുന്നത്. പ്രേമത്തിന് വലിയ വിലയുണ്ടെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. അവനാണ് എന്റെ മനസ്സ് മാറ്റിയത്. അവനോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ സ്നേഹം തരുന്ന സന്തോഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ജീവിതത്തിനൊരർത്ഥം ഉണ്ടായതുപോലെ. ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാ പ്രണയമെന്ന് എനിക്ക് തോന്നി. പ്രണയമില്ലെങ്കിൽ ജീവിതമില്ല, മറ്റൊന്നുമില്ല. നീ പറയുന്നത് ശരിയാ, പക്ഷെ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവൻ പാടുന്ന പാട്ടുകളാ എന്നെ അവനിലേക്ക് ഇത്ര അടുപ്പിച്ചത്. അവന്റെ പാട്ട് കേട്ടിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗന്ധർവനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആഹാ, എത്ര സുന്ദരമായ സങ്കല്പങ്ങൾ! ഗന്ധർവൻ, പാട്ട്, ഓഹോ.
പക്ഷേ ആ പാട്ട് തന്നെയാ ഇപ്പോഴത്തെ എന്റെ പ്രശ്നവും. അവന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ കരുതുന്നത് പോലെ തന്നെ മറ്റുള്ളവരും എന്നെ കരുതുമോ എന്നാ എന്റെ പേടി. കൊള്ളാം, ആ ഗന്ധർവൻ നിനക്ക് വേണ്ടി മാത്രം വന്നവനാണെന്ന് നിന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേ. അതോടെ നിന്റെ ഈ പേടിയൊക്കെ മാറും. വൈഗ, നിനക്കാരീ പേരിട്ടത്? വൈകി വന്നതുകൊണ്ടായിരിക്കും വൈകാന്ന് പേരിട്ടത്. എന്നാലും പേരിട്ടവനൊരു ഭാവനാ സമ്പന്നന, അത് പറയാതിരിക്കാൻ പറ്റില്ല. വൈക വൈകാന്ന് പറഞ്ഞൊടുവിൽ വയ്യ വയ്യാന്നാവോ? നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ അടക്കി ഒതുക്കി ഇരുത്താവന്നോ? അതെങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാ ആദ്യം അത് കാണിക്കേ. എല്ലാം നിന്നെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നിന്നെ ഇവിടെ നിർത്തി പൊരിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത്രയും പേരെ കണ്ട് നീ പേടിക്കൊന്നും വേണ്ടാട്ടോ. നിനക്ക് ആവശ്യമുള്ളത് തരാൻ ഞങ്ങളിൽ ഒരാൾ തന്നെ ധാരാളോ. ഹോ, ഞങ്ങളെ അങ്ങ് കത്തിച്ചു കളയല്ലോ നിന്റെ നോട്ടം. ചിലപ്പോ അങ്ങനെ സംഭവിച്ചൊന്നിരിക്കും. നിന്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊടിച്ചാലോ? അപ്പം എന്ത് സംഭവിക്കും?